എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പൊതുപ്രവർത്തനത്തിലുള്ള ദേശീയ പുരസ്കാരം ഡോക്ടർ ശശി തരൂർ എംപിക്ക് സമ്മാനിച്ചു. ഇന്നലെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് BJP നേതാവ് രാജഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഡോക്ടർ തരൂരിനെ തിരുവനന്തപുരത്ത് അങ്ങനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. കാര്യം ആൾക്കാരുടെ മനസ്സിൽ കയറി കൂടി അദ്ദേഹം എന്നാണ് അദ്ദേഹം ഈ വേദിയിൽ പറഞ്ഞു വെച്ചത്. പത്രപ്രവർത്തകൻ എൻ രാമചന്ദ്രന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷന്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ പുരസ്കാരം ഡോക്ടർ ശശി തരൂർ എംപിക്ക് സമ്മാനിച്ചു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് പുരസ്കാരം സമ്മാനിച്ചത്. 1 ലക്ഷം രൂപയും ആർട്ടിസ്റ്റ് BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മസ്കറ്റ് ഹോട്ടലിലെ സിംബണി ഹാളിൽ നടന്ന ചടങ്ങിൽ എൻ രാമചന്ദ്രൻ ഫൗണ്ടേഷൻ സെക്രട്ടറിയും 24 എഡിറ്റർ ഇൻചാർജുമായ PP ജെയിംസ് സ്വാഗതം പറഞ്ഞു. സംഘടനാ പ്രസിഡന്റും കവിയുമായ പ്രഭാവർമ്മ അധ്യക്ഷത വഹിച്ചു. കേരളം പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കാനെന്നും മുൻപന്തിയിലാണെന്നും തനിക്ക് കേരളം ഏറെ ഇഷ്ടമാണെന്നും DK ശിവകുമാർ. Kerala has no boundaries. There is no border for Kerala. The globe is the boundary for Kerala. That is what I have seen in my public life. Every Keralite, they look at the root. They feel that without the root, they will not get the fruit. Ultimately, Mr. Tharoor thought that, yes, I should go to my motherland, be a Keralite, give Kerala, let me serve this country. That is what they said. പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് നന്ദി പറഞ്ഞ് ശശി തരൂർ എംപിയും. I'm really delighted and honored to accept this award, the N. Ramachandran Foundation's National Award for Public Service. It's a deeply humbling experience, and though I don't believe that anybody should engage in public service for accolades and awards, it is always gratifying to be recognized for your own contributions to the nation. പ്രശസ്ത സരോദ് സംഗീതജ്ഞൻ അംജദ് അലി ഖാൻ ചടങ്ങിൽ പങ്കെടുത്തു. മുതിർന്ന BJP നേതാവ് രാജഗോപാലിന്റെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റും കേരള കൗമുദി ചീഫ് എഡിറ്ററുമായ ദീപു രവി, വൈസ് പ്രസിഡന്റ് ബാബു ദിവാകരൻ, ജോയിന്റ് സെക്രട്ടറി S. മഹാദേവൻ തമ്പി, എക്സിക്യൂട്ടീവ് അംഗം CB ഷാജി, ട്രഷറർ PR ലക്ഷ്മി ദേവി, ലേഖ മോഹൻ തുടങ്ങിയവരും പങ്കെടുത്തു. 24 തിരുവനന്തപുരം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.